അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യഥാർത്ഥ അടിമകളുടെ മേൽ ഇബ്ലീസ് ഉദ്ദേശിക്കുകയില്ല എന്നല്ല. ഇബ്ലീസ് ആരുടെ മേലും ഉദ്ദേശിക്കും. പക്ഷെ അവൻ യഥാർത്ഥ അടിമയായി തീർന്നാൽ ഇബ്ലീസ് അവന്റെ കാര്യത്തിൽ ഇബ്ലീസായി പോകും എന്നതാണ്. ഇബ്ലീസ് എന്ന വാക്കിന്റെ അർത്ഥം ഏറെ നിരാശ ബാധിച്ചവൻ എന്നാണ്. അള്ളാഹുവിൻ്റെ അടിമകളുടെ മേൽ ഇബ്ലീസ് വരുന്നില്ല എന്നല്ല. ഒരിക്കൽ ഒരു ബഹുദൈവ വിശ്വാസിയായ ഒരാൾ പുണ്യ റസൂലിൻ്റെ അരികിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ അവിശ്വാസികളായ ബഹുദൈവ വിശ്വാസികളായ ഞങ്ങൾക്ക് ഒരു പൈശാചിക പ്രതിബന്ധവും ഇല്ലാതെ ഞങ്ങളുടെ ആരാധനകൾ ചെയ്യാൻ കഴിയുന്നു. എന്നാൽ നിങ്ങളുടെ ആളുകൾ വസാബിസു ശൈത്താനെ പറ്റി എപ്പോഴും ആക്ഷേപവും ആരോപണവും വിഷമവും പറയുന്നതായും ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയൊക്കെ നല്ലവരാണെന്ന് വിശ്വസിക്കപ്പെടുന്ന നിങ്ങൾക്ക് ഇങ്ങനെയും ഞങ്ങൾക്ക് ഇങ്ങനെയും സംഭവിക്കാനുള്ള കാരണം എന്ത്? ഒരിക്കൽ ഒരു ബഹുദൈവ വിശ്വാസി പുണ്യ റസൂലിൻ്റെ അരികിൽ വന്ന് ചോദിച്ചതായി മുഹദ്ദിസുകളും ചില മുഫസ്സിറുകളും രേഖപ്പെടുത്തിയതായി കാണാം. ഈ ബഹുദൈവ വിശ്വാസിയായ ആൾ ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനകൾ ഒരു തടസ്സവും പ്രതിബന്ധവുമില്ലാതെ, ഒരു പൈശാചിക പ്രതിബന്ധവും ഇല്ലാതെ വൃത്തിയായി നിർവഹിക്കാൻ കഴിയുന്നു. നിങ്ങൾക്കാകട്ടെ നിങ്ങളുടെ ആരാധനകൾ നിർവഹിക്കാൻ പൈശാചികമായ വസ്വാസുകൾ തടസ്സങ്ങൾ നിങ്ങളെ ബാധിക്കുന്നതായി നിങ്ങളെ ആളുകൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയേറെ നല്ലവർ എന്ന് ഗണിക്കപ്പെടുന്ന നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഫകാന അബൂബക്കറിൻ ഇൻദ ബിജംബിൻ നബിയിൽ മുസ്തഫ. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ ഹബീബിന്റെ തൊട്ടരികിലുണ്ടായിരുന്നു. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അജ്ബുഹു യാ അബൂബക്കർ. അയാൾക്കൊരു മറുപടി കൊടുക്കുക അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാൾക്ക് ഒരു ഉപമ പറഞ്ഞു കൊടുത്തു. ഒരു മിസാൽ, ഒരു ഉപമ. ബൈത്തുൻ ഖറാബുൻ വബൈത്തുൻ മംലൂഅത്തുൻ വബൈത്തുൻ മംലൂഉൻ ബിദ്ദഹബി വൽഫിദ്ദത്തി വൽജവാഹിരി വന്നഫീസത്തിൽ വൽഅഖ്മിശത്തിൽ നഫീസ. هل اللص يقصد البيت الخراب والبيت المملوء بالذهب والفضة والقماش النفيسة. എന്നോട് ഞാൻ രണ്ട് വീടുകളുടെ ഒരു ഉപമ പറഞ്ഞു തരാം. ഒരു വീട് ആൾപ്പാർപ്പില്ലാതെ പൊട്ടിപ്പളഞ്ഞു പോയ, ആരും താമസിക്കാനില്ലാത്ത, ആരുമില്ലാത്ത, ഒന്നുമില്ലാത്ത ഒരു വീടാണ്. ഒരു വീടാകട്ടെ അവിടെ സ്വർണം, വെള്ളി, രത്നം, വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ, വസ്ത്രങ്ങൾ എല്ലാം ഉണ്ട് താൻ. ഇതിൽ കള്ളൻ ഏത് വീടിനെയാണ് ഉദ്ദേശിക്കുക? ഫഖാല ലഹു ദാലികൽ മുശ്രിക്. അപ്പോൾ ഈ ബഹുദൈവ വിശ്വാസി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലിസു യഖ്സുദു അൽ ബൈത്തൽ മംലൂഅ ബിദ്ദഹബി വൽഫിദ്ദത്തി വൽജവാഹിരി വൽഅഖ്മിശത്തി നഫീസ. തീർച്ചയായും സ്വർണവും വെള്ളിയും രത്നങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും എവിടെയുണ്ടോ ആ വീടിനെയായിരിക്കും കള്ളൻ ഉദ്ദേശിക്കുക. അപ്പോൾ പറഞ്ഞു, ഹാദാ മിസാലും ബൈനനാ വബൈനക. ഇതാണ് നിന്റെയും ഞങ്ങളുടെയും ഈ ഇടയിലുള്ള വ്യത്യാസത്തിൻ്റെ ഉദാഹരണം. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒന്നുമില്ലാത്ത ഒരു വീട്ടിൽ കള്ളന് കയറേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളെൻ്റെ കൂടെ ഇല്ലേ? മനസ്സിലാണ്ട് നിങ്ങൾക്ക്? അപ്പോൾ ഒരു കാര്യം ഉറപ്പായി മുഅ്മിനിനെ തന്നെയാണ് ഉദ്ദേശിക്കുക. ആര്? കള്ളൻ. എന്തുകൊണ്ട്?
അവൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിലേറ്റവും അംഫസായ, വിലമതിക്കാനാവാത്ത, രത്നത്തെക്കാൾ വിലമതിക്കാനാവാത്ത ഈമാനുണ്ട്. അള്ളാഹു നമ്മെ മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. പിന്നെ മഹബ്ബത്തുല്ലാഹി വ മഹബ്ബത്തു റസൂലില്ലാഹിൽ മുസ്തഫ, അതുണ്ട്. പിന്നെ മഹബ്ബത്തു അംബിയാഇല്ലാഹി വ മഹബ്ബത്തു ഔലിയാഇല്ലാഹി വ മഹബ്ബത്തു മലായികത്തില്ലാഹി വ ഇബാദിഹി ومحبة جميع المؤمنين والذين يقولون والذين جاءوا من بعدهم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان. ഇതെല്ലാം നിറഞ്ഞു കിടക്കുന്നതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയം. തീർച്ചയായും കള്ളൻ അവിടെ തന്നെ ഉദ്ദേശിക്കുക. ഏറ്റവും വലിയ കള്ളൻ ആരാണ്? അത് ഇബ്ലീസാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ഒരാൾ മുഅ്മിനാണെങ്കിൽ അയാളെ കള്ളൻ ഉദ്ദേശിക്കില്ല എന്ന് ധരിക്കരുത്. അവനെയാണ് കള്ളൻ ഉദ്ദേശിക്കുക. പക്ഷേ ഇനി ഇവന്റെ റുത്ബ അനുസരിച്ച് കള്ളൻ ഭയപ്പെടും. ഉദാഹരണം പറയാം, ഒരു വീട്ടിലെല്ലാം ഉണ്ട്, പക്ഷേ കാവൽക്കാരെ കൊണ്ട് നിറയപ്പെട്ടതാണ്. കാവൽക്കാരെ കൊണ്ട് നിറക്കപ്പെട്ടതാണ് എങ്കിൽ കള്ളന് ഉദ്ദേശമുണ്ട്. പക്ഷേ ആ ഉദ്ദേശത്തെ നടപ്പിലാക്കാൻ അവന് പേടിയാണ്, നടക്കൂല. മനസ്സിലായില്ലേ പറഞ്ഞത്? രാവും പകലും ഉറങ്ങാത്ത വീടാണ്, ഇഷ്ടം പോലെ ഹറാസിങ്ങളാണ്, വലിയ വലിയ കാവൽക്കാരാണ്, CCTV ആണ്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ഉള്ളിൽ കയറിയപ്പോഴും ദുനിയാവിൽ എവിടെ ചെന്നാലും പോലീസ് പിടിക്കും. എൻ്റെ രൂപം പൊട്ടിയും. കള്ളനറിയാം മറ്റുള്ള നാടുകളിൽ പോയി 100 വീട്ടിൽ കയറുന്നതിനേക്കാൾ ഈ വീട്ടിൽ 10 മിനിറ്റ് കിട്ടിയാൽ മതി. പക്ഷേ കയറാൻ കഴിയില്ല. അപ്പോൾ പേടി. ഇതാ സലക ഉമറു ഫജ്ജൻ യസ്ലുകു ശൈത്വാനു ഫജ്ജൽ ആഖർ. അത് ഹറാസത്താണ്, ഹാരിസിങ്ങളാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഉമർ ഒരു വഴിയിലേക്ക് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ കയറിയാൽ പിന്നെ ആ പരിസരത്തൊന്നും വരാൻ ഇബ്ലീസിന് കഴിയില്ല. ലഅനത്തുല്ലാഹി അലൈഹി. എന്തുകൊണ്ട്? പേടിയ. ഉദ്ദേശില്ലേ? പറടൂ, കൊട്ടാരത്തിൽ കയറി കക്കാൻ കള്ളൻ ഉദ്ദേശമില്ലേ എന്നല്ല, കള്ളൻ ഉദ്ദേശമില്ലേന്നല്ല, അതാണ് കള്ളന്റെ വലിയ ഉദ്ദേശ്യം. പക്ഷേ അത് നടപ്പിലാക്കാൻ കള്ളന് പേടിയാണ്. ആ വഴിക്ക് പോകില്ല. ആ മതിലിൻ്റെ അരികിലൂടെ പോയാൽ പോലും CCTVയിൽ പടിഞ്ഞു പോകുമെന്ന് വിചാരിച്ചത് ആ ഏരിയ കൂടി പോകില്ല. ഉദ്ദേശമോ ഒരു 10 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ കിട്ടിയാൽ മതി. പക്ഷേ പേടിയാണ്. മുഅ്മിനെ ശൈത്താൻ ഉദ്ദേശിക്കൂലേ? ഉദ്ദേശിക്കും. അവൻ്റെ ഈമാൻ ലൈഫാകുമ്പോൾ കയറും, അവൻ്റെ ഈമാൻ കവിയാകുമ്പോൾ പേടിയാവും. എന്നാലും പാത്തും പതുങ്ങും. എന്നാൽ അവൻ്റെ ഈമാൻ അഖ്വയാണെങ്കിൽ ആ ഭാഗത്തേക്ക് വരില്ല, അടുത്ത വഴിക്ക് പോയി. അതേ സമയത്ത് ഒരു ഖറാബായ വീടിനെ ഉദ്ദേശിക്കേണ്ട യാതൊരാവശ്യം ഇബ്ലീസിനില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്തുകൊണ്ട്? അവിടെ ഒന്നുമില്ല. الذي ليس في جوفه شيء من القرآن كالبيت الخربين. ഹബീബായ മുഹമ്മദ് മുസ്തഫ ആൾപ്പാർപ്പില്ലാത്ത വീട് പോലെയാണ് ഖുർആനില്ലാത്ത ഹൃദയങ്ങൾ. ഖുർആനില്ലാത്ത ഹൃദയങ്ങളെ പിശാചിന് ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവിടെ ആൾപ്പാർപ്പുണ്ടാവില്ല. ഏറ്റവും വലിയ ആൾ ഈമാനാണ്. അല്ലാഹു നമുക്ക് നിറച്ചേരട്ടെ. അപ്പോൾ നമ്മൾ വളരെ ചിന്തിക്കണം. നമ്മൾ വിചാരിക്കേണ്ട നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ, നമ്മളെന്നൊന്നും ശൈത്താന് നമ്മളെന്ന് ഉദ്ദേശിക്കും, അങ്ങനെ വിചാരിക്കരുത്. ഉദ്ദേശിക്കും, പക്ഷെ നടപ്പിലാക്കാൻ പിശാചിന് കഴിയില്ല. എപ്പോൾ കഴിയൂല? നമ്മൾക്ക് എന്തുണ്ടെങ്കിൽ നമ്മൾ നടപ്പിലാക്കാൻ കഴിയില്ല എന്നല്ല, എപ്പോൾ കഴിയില്ല, നമ്മുടെ ഈമാനിൻ്റെ ഖുവ്വത്ത് അനുസരിച്ചൊരു പേടിയാവും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഇസ്രാഇൻ്റെ 65-ാമത്തെ ആയത്തിലേക്കാണ് കയറുന്നത്.
ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അലൈഹി തവക്കലു. കാര്യങ്ങൾ മനസ്സിലായി. എന്ത് മുഅ്മിനായ മനുഷ്യനെ ഇബ്ലീസ് ഉദ്ദേശിക്കൂലെന്നല്ല, മുഅ്മിനായ മനുഷ്യനെയാണ് ഇബ്ലീസ് ഉദ്ദേശിക്കുക. എന്തുകൊണ്ട്? ആൾപ്പാൽപ്പില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞ വീടിനെയല്ല കള്ളൻ ഉദ്ദേശിക്കുക. പകരം സ്വർണവും വെള്ളിയും രത്നവും വിലപിടിപ്പുള്ളതും നിറഞ്ഞ വീടിനെയാണ് കള്ളൻ ഉദ്ദേശിക്കുക. ഫമാദാ അൻഫസു മിനൽ ഈമാൻ, ഈമാനിനേക്കാൾ വിലപിടിപ്പുള്ളത് എന്താണ്? ഫമാദാ അൻഫസു മിനൽ ഇസ്ലാം, ഇസ്ലാമിനേക്കാൾ വിലപിടിപ്പുള്ളത് എന്താണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അപ്പോൾ നമ്മളെ പിശാച് ഉദ്ദേശിക്കൂല എന്നല്ല, നമ്മുടെ ഈമാൻ ഖുവ്വത്തുള്ള ഈമാനാണെങ്കിൽ നമ്മളിൽ പ്രവേശിക്കാൻ ഇബ്ലീസിന് കഴിയൂല. ചിന്തിക്കുക. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട വലിയാണ്. കള്ളന്മാരുടെ കൂട്ടത്തിലെ ചെറിയൊരു മലയാളത്തിലെ ഒരു തസ്കരൻ്റെ ആത്മകഥ എന്നൊരു പുസ്തകമുണ്ട്. ഒരു കള്ളൻ്റെ ആത്മകഥ. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, പലതവണ വായിച്ചിട്ടുണ്ട്. അതിന് വേണ്ടി പഠിക്കാനുണ്ട്. DC പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ബുക്ക് സെല്ലേഴ്സായ DC ബുക്സാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒരു തസ്കരൻ്റെ ആത്മകഥ. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കള്ളൻ നിങ്ങളെ വീട്ടിൽ കയറിയില്ല എങ്കിൽ, കള്ളൻ നിങ്ങളുടെ വീട് കണ്ടില്ല, അത് ദൈവത്തിൻ്റെ ഒരു നിങ്ങൾക്ക് നൽകിയ ഭാഗ്യം എന്ന് നിങ്ങൾ വിചാരിക്കണം. കള്ളന് കയറാൻ കഴിയാത്ത ഒരു വീടും ഇപ്പോൾ ഭൂമിയിലില്ല. ഞങ്ങൾ കുറ്റി കൊളുത്തിട്ടിരുന്നു, ഭംഗിയാക്കിയിട്ടിരുന്നു, അവിടെ വെച്ചിരുന്നു, ഇവിടെ വെച്ചിരുന്നു. ഞങ്ങൾ ഇതിന് ശക്തമായ ഓടാമ്പലിട്ടിരുന്നു, അതിൻ്റെ പുറമെ ഒരു ചെയിന് വേറെയും ചെങ്ങല വലിച്ചിട്ടിരുന്നു. ഇതൊന്നും കള്ളന് ന്യായമല്ല. DC ബുക്സ് പ്രസിദ്ധീകരിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ച ഒരു ബുക്ക് കമ്പനിയാണ്, ഒരു പ്രസാധക ഗ്രൂപ്പാണ് DC കിഴക്കേ മുറിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് DC ഉണ്ടാക്കിയത്. ഈ പുസ്തകം DC പ്രസിദ്ധീകരിച്ചത് ഒരു തസ്കരൻ്റെ ആത്മകഥ. അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുകയാണ്, ഒരു കള്ളൻ നിങ്ങളെ വീട്ടിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ വീടിൻ്റെ മികവാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കള്ളൻ നിങ്ങളെ വീട് കണ്ടില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. കണ്ടാൽ കയറാൻ അയാളുടെ മനസ്സിൽ തോന്നിയില്ല, അത് ദൈവം നിങ്ങൾക്ക് നൽകിയൊരു ഭാഗ്യമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. അല്ലാതെ കള്ളൻ വന്നിട്ട് കയറാൻ കഴിയാതെ തിരിച്ചു പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ കള്ളൻ ഈ ദുനിയാവിലെ ഇരുകാലിയായ അത്രയൊന്നും സമർത്ഥനല്ലാത്ത ഈ കള്ളന് കയറാൻ കഴിയാത്ത ഒരു വീടും ഇപ്പോൾ ഭൂമിയിലില്ല എന്നാണ് ഒരു തസ്കരൻ്റെ ആത്മകഥ എന്ന പുസ്തകത്തിൽ ആ കള്ളൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, ഞാനതൊരു പൊല്ലാപ്പാവണ്ടെന്ന് വിചാരിച്ചാൽ പേര് പറയാത്തത്. അദ്ദേഹം പ്രസിദ്ധനാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണപ്രകാരം അദ്ദേഹം 20-ലേറെ വർഷങ്ങളിൽ ഒരു എൻജോയ് പോയ കേരളത്തിൽ കളവ് നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പല കളവുകളിലും പിടിക്കപ്പെടുകയും കോടതിയിൽ ഹാജരാവുകയും സ്വന്തം കേസ് സ്വന്തം തന്നെ വാദിച്ച് ജയിക്കുകയും ചിലപ്പോൾ തോറ്റപ്പോൾ ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് മരിച്ചിട്ടില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 70ഓളം വയസ്സുകളുണ്ട്. മനസ്സിലുണ്ട് പറഞ്ഞത്? ചിന്തിക്കണം, ഇതിൽ ചിന്തിക്കണം. അപ്പം അദ്ദേഹം പറയുന്നത്, ഒരു കയറാൻ കഴിയാത്ത ഒരു വീട് ഇപ്പോൾ, കള്ളന് കയറാൻ കഴിയാത്തൊരു വീട് ഇപ്പോൾ ഭൂമിയിലില്ല.
നിങ്ങൾക്ക് ദൈവം നൽകിയ ഒരു ഭാഗ്യമാണ്. നിങ്ങളെ വീട്ടിൽ കയറാൻ കള്ളനെ ദൈവം വിട്ടുകൊടുത്തില്ല. ഞാൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ഒരു കളവും നടത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് പുസ്തകത്തിൽ. ദൈവമേ എന്നെ സഹായിക്കണേ, സർവശക്തനായ ദൈവത്തോട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടല്ലാത്ത ഒരു കളവും ഒരു മോഷണവും ഞാൻ എൻ്റെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല. ഞാൻ വലിയ ഈശ്വരവിശ്വാസിയാണ് എന്നും അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി വിഷയം അതല്ല. വിഷയം ഞാൻ നിങ്ങളെ അതിലേ നിന്നൂടെ കൊണ്ടുവരിക. ഇതെന്തിനങ്ങനെ പറഞ്ഞു തന്നാൽ, ഈ ദുർബലനായ മനുഷ്യനാകുന്ന കള്ളന് വീട്ടിൻ്റെ ഒരാൾക്ക് കയറാൻ പറ്റുന്ന ഒരു പഴുത് കിട്ടിയാൽ മാത്രമേ കയറാൻ കഴിഞ്ഞു. എന്തൊക്കെയാണെങ്കിൽ ഒരാൾക്ക് കയറാൻ കഴിയുന്ന ഒരു പഴുത് കിട്ടിയാലേ കള്ളന് കയറാൻ കഴിയും. അങ്ങനെയുള്ള കള്ളന് പോലും കയറാൻ കഴിയാത്തൊരു വീട് ഇല്ലെന്നിരിക്കെ ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ് ദമി എന്ന കള്ളന് എങ്ങനെ കയറാൻ കഴിയും? ഇൽമു പഠിച്ചോ? ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ, അവന് ഒരാളെ കയറാനുള്ള പഴുതൊന്നും വേണ്ട, അവൻ എന്തു മതിയാകും? രക്തധമനിയുടെ ഉള്ളിലൂടെയും അവൻ യഥേഷ്ടം സഞ്ചരിക്കും. ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ് ദമി, രക്തം നടക്കുന്നിടത്തെല്ലാം അവൻ പ്രവഹിച്ചുകൊണ്ടേയിരിക്കാനുള്ള വലിയ ഒരു കഴിവ്, സിദ്ധി പടച്ച തമ്പുരാൻ അവനെ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഭൂലോകത്തെ ഏറ്റവും വലിയ കള്ളന്. ലോക്കൽ കള്ളന് പോലും കയറാൻ കഴിയാത്തൊരു വീട് ഇല്ലെന്നിരിക്കെ പെരിങ്കള്ളന് കയറാൻ കഴിയാതിരിക്കൂ? പെരിങ്കള്ളൻ ആരാ? പെരിങ്കള്ളൻ ഇന്ന ശൈത്വാന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ് ദമി, രക്തം കിടക്കും. ഇവിടെ ഇനി വേറെയൊരു പ്രശ്നമുണ്ട്. എന്താ? ഈ തസ്കരൻ പറയുന്നത്, ഒരു കള്ളൻ നിങ്ങളെ വീട്ടിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ, കള്ളൻ നിങ്ങളെ വീട് കണ്ടില്ല എന്ന് വിചാരിച്ചാൽ മതി, ഉദ്ദേശിച്ചില്ല എന്നും വിചാരിച്ചാൽ മതി. ദൈവാധീനം. ഇത് നിങ്ങളെ ഉദ്ദേശിക്കാതിരിക്കൂല. എന്തുകൊണ്ട്? أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته. ഈ ആദമിനെ നീ എന്നെക്കാൾ ആദരിച്ചു, എങ്ങാനും എനിക്ക് അന്ത്യനാൾ വരെ ആയുസ് കിട്ടിയാൽ ആദമിൻ്റെ മക്കളെ ഒന്നിനെ ഞാൻ ഒഴിവാക്കൂല, മുഴുവനും നശിപ്പിക്കും. തങ്ങളെ ആയത്തോട് സൂറത്തുൽ ഇസ്രാ. قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا استفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا إن عبادي. ഉറക്കെ എവിടെയാണ് കഥ കിടക്കണത്? ഉറക്കെ ഇന്ന ഇബാദി ഇന്ന ഇബാദി ഇന്ന ഇബാദി ഇന്ന ഇബാദി ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഞാൻ ഇവന്റെ മക്കളെ മുഴുവൻ നശിപ്പിക്കും, ഒരാൾ പോലും വിടില്ല. കുറഞ്ഞ ആളുകൾ നിന്റെ പ്രൊട്ടക്ഷൻ കൊണ്ട് രക്ഷപ്പെട്ടേക്കാം, ഒരാളെ ഞാൻ വിടൂല. ഇല്ല ഖലീല ഖാല. അപ്പോൾ റബ്ബ് പറഞ്ഞു, ഇത് പോടും, എൻ്റെ ആളുകളെ, എൻ്റെ ആദമിൻ്റെ മക്കളെ നീ നശിപ്പിക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞില്ല. കാരണം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ട് അവർ നശിക്കാനും സാധ്യതയുണ്ട്. റബ്ബിനറിയാം അവർ നശിക്കും. പക്ഷേ ഫമൻ തബിഅക മിൻഹും, ഈ ആദമിൻ്റെ മക്കളുടെ കൂട്ടത്തിൽ നിന്ന് ആര് നിന്റെ കൂടെ വന്നാലും ഫഇന്ന ജഹന്നമ ജസാഉകും ജസാഅ മൗഫൂറ. എന്നിട്ടൊരായത്തുണ്ട്, അത് വിശദീകരിക്കാൻ വലിയ സമയമെടുക്കും. വസ്തഫ്സിസ് മൻ ഇസ്തത്അത മിൻഹും ബിസൗതിക്.
ഉറക്കെ 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 എന്തിനാ ഖുർആനിലിരിക്കുന്നു ഉറക്കെ. وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا إن عبادي إن عبادي إن عبادي إن عبادي إن عبادي ليس لك عليهم سلطان وكفى 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 بربك وكيلا إن عبادي ليس لك عليهم سلطان. അതായത് ഇബ്ലീസ് എല്ലാവരും ഉദ്ദേശിക്കും. ഭൂമിയിലെ മനുഷ്യനായ തസ്കരന്മാർ ഉദ്ദേശിക്കുന്ന വീടുകളുമുണ്ട്, ഉദ്ദേശിക്കാത്ത വീടുകളും ഉണ്ട്. എന്നാൽ പിശാച് ഉദ്ദേശിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. ഇന്ന ഇബാദി, എന്നാൽ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ ഇഷ്ടദാസന്മാർക്ക് അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഞാൻ തരില്ല. വകഫാ ബിറബ്ബിക വകീല, അവർക്ക് ഞാൻ മതിയാവും. اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم. ഈ വിഷയം സംസാരിക്കുകയായിരുന്നു പുണ്യ റസൂൽ. 70,000 ആളുകൾ അപ്പോൾ ഹിസാബില്ലാതെ ഈ ആയത്തിൻ്റെ വക്താക്കളായ 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്നും പുണ്യ റസൂൽ പറഞ്ഞു. അപ്പോൾ യാ റസൂലല്ലാഹ് അയജഅലനി മിൻഹു فقال اللهم اجعله منهم. فقام آخر الله يا رسول الله ادعو الله أن يجعلني منهم فقال سبقك بها عكاشة. അതാണ് ഹദീസ്. ഓർമ്മയുണ്ടോ രംഗം? മനസ്സിലായില്ല. ആ രംഗം ഓർമ്മയുണ്ടോ? ആ രംഗം ഓർമ്മയുണ്ടോ? 70,000 ഈ ആയത്തിൻ്റെ പരിധിയിലുള്ള 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കും. അപ്പോൾ സദസ്സിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഉക്കാശ ഇബ്നു മുഹ്സൻ റളിയല്ലാഹു അൻഹു. ഫഖാല യാ റസൂലല്ലാഹ് ഉദ്ഉ അല്ലാഹ, അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങ് ദുആ ചെയ്യണം, അയജഅലനി മിൻഹും, ആ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന 70,000 ആളുകളിൽ എന്നെ ഉൾപ്പെടുത്താൻ. ഈ ആയത്തിൻ്റെ പരിധിയിലുള്ള വഖഫാ ബിറബ്ബിക വക്കീല, ഈ ആയത്തിൻ്റെ പരിധിയിലുള്ള 70,000 ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ചില പ്രത്യേക വിഭാഗമുണ്ട്. ആ പ്രത്യേക വിഭാഗം ഈ ആയത്തിൻ്റെ പരിധി വിശാലാണ്. പക്ഷെ അതിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗത്തിന് 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കാൻ കഴിയും. ഈ ആയത്ത് വിശാല, ഈ ആയത്തിൻ്റെ പരിധി നമുക്കും കയറാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് വഖഫാ ബിറബ്ബിക വക്കീലയിൽ പെട്ട ഒരു വിഭാഗം. ആ വിഭാഗത്തിന് എന്താവും? 70,000 ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിൽ. അപ്പോൾ ബഹുമാനപ്പെട്ട ഉക്കാശ ഇബ്നു മുഹ്സൻ റളിയല്ലാഹു അൻഹു പുണ്യ റസൂൽ മുസ്തഫ അൽ അസദി, അസദ് ഗോത്രക്കാരനായ ഉക്കാശ റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ടായിരുന്നു. ആ മഹാനവറുകൾ പുണ്യ റസൂൽ മുസ്തഫയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉദ്ഉല്ലാഹ യാ റസൂലല്ലാഹ് അൻ യജഅലനി മിൻഹും, ആ കൂട്ടത്തിൽ എന്നെ കൂടി ഉൾപ്പെടുത്താൻ അങ്ങ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. فقال النبي الله അപ്പോൾ فدعا النبي صلى الله عليه وسلم له, അപ്പോൾ ഹബീബായ റസൂലുള്ളാഹ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. അല്ലാഹുവേ അദ്ദേഹത്തെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാമ ആഖർ, അപ്പോൾ വേറൊരാൾ എണീറ്റു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഉദ്ഉല്ലാഹ അൻ യജഅലനി മിൻഹും യാ റസൂലല്ലാഹ്. ഫഖാല സബഖക ബിഹാ ഉക്കാശ, ഒരു ചാൻസ് അത് ഉക്കാശ വാങ്ങിപ്പോയി. മനസ്സിലായില്ലേ? ഒരു ചാൻസാണ് ഉണ്ടായിരുന്നത്. അതാര് വാങ്ങി? ഉക്കാശ. ഒരഭിപ്രായം പറങ്കിപ്പേട്ടിലാണ് ഉക്കാശയുടെ ഖബർ, ഒരഭിപ്രായം പാകിസ്ഥാനിലാണ് എന്നും അഭിപ്രായമുണ്ട്, മദീനയിലാണ് എന്നും അഭിപ്രായമുണ്ട്. മനസ്സിലായില്ലേ? ഈ ഉക്കാശ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ ഖബർ, ബഹുമാനപ്പെട്ടവരുടെ ഖബർ, എന്താ പറയുക, ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ തമിഴ്നാട്ട് പറങ്കിപ്പേട്ടാണെന്നാണ് ഒരഭിപ്രായം.